നമസ്കാരം. സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ ചരിത്ര വിജയത്തിന് പിന്നാലെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനായി AICC നിർണായക നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി 2 മുതിർന്ന നേതാക്കളെ നിരീക്ഷകരായി കേരളത്തിലേക്ക് അയക്കാൻ ഡൽഹിയിൽ ചേർന്ന ഹൈക്കമാൻഡ് യോഗം തീരുമാനിച്ചു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ എന്നിവരാണ് AICC നിരീക്ഷകർ. ഇവർ ഉടൻ കേരളത്തിലെത്തുമെന്നാണ് വിവരം. MLA-മാരുടെ മനസ്സറിയാനാണ് ഇവരെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് അയക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ജയറാം രമേശ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് നിരീക്ഷകരെ അയക്കാനും പ്രഖ്യാപനം ഉടൻ നടത്താനും തീരുമാനമായത്. നിയമസഭാ കക്ഷി യോഗം വിളിക്കുന്ന ദിവസം തന്നെ നിരീക്ഷകർ കേരളത്തിലെത്തും. അതേസമയം രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി AICC നേതൃത്വവുമായി ഉടൻ ചർച്ച നടത്തും. മഹാരാഷ്ട്ര DCC പുനഃസംഘടനാ അജണ്ട എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും കേരളത്തിലെ സാഹചര്യവും ചർച്ചയാകുമെന്നാണ് വിലയിരുത്തൽ. നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ നിയമസഭാ കക്ഷി യോഗം ചേരും. നിയമസഭാ കക്ഷി യോഗത്തിലെ ഭൂരിപക്ഷം അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. അതിനു മുമ്പ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകൾ നേടിയാണ് UDF 10 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടിയപ്പോൾ മുസ്ലിം ലീഗ് 22 സീറ്റുകളിലും കേരള കോൺഗ്രസ് 7 സീറ്റുകളിലും വിജയം കണ്ടു. അതേസമയം ഭരണകക്ഷിയായിരുന്ന CPM 26 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും കേരള കോൺഗ്രസ് M പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിനുള്ളിൽ വിവിധ ചേരികൾ സജീവമാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ തനിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് KC വേണുഗോപാൽ വിശ്വസിക്കുമ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണയോടെ VD സതീശനും പ്രവർത്തന പരിചയം മുൻനിർത്തി രമേശ് ചെന്നിത്തലയും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കുമെന്നാണ് സതീശന്റെ നിലപാട്. വിജയത്തിന് ശേഷം ജന്മനാടായ എറണാകുളത്തെത്തിയ സതീശന് മുഖ്യമന്ത്രി സതീശ എന്ന മുദ്രാവാക്യങ്ങളുമായി വൻ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ നൽകിയത്. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വിജയാഘോഷങ്ങൾക്ക് ശേഷം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെ 100 കണക്കിന് പ്രവർത്തകർ ചേർന്നാണ് വരവേറ്റത്. മുഖ്യമന്ത്രി സതീശ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രവർത്തകർ അദ്ദേഹത്തെ ചുമലിലേറ്റിയാണ് സ്റ്റേഷന് പുറത്തേക്ക് എത്തിച്ചത്. കൊച്ചി നഗരത്തിൽ നിന്നുള്ളവർക്ക് പുറമെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയൊരു ജനക്കൂട്ടം തന്നെ സ്വീകരണത്തിനായി എത്തിയിരുന്നു. കൊച്ചിയിലെ സ്വീകരണത്തിന് ശേഷമാണ് അദ്ദേഹം തന്റെ മണ്ഡലമായ പറവൂരിലേക്ക് യാത്ര തിരിച്ചത്. അവിടെയും പ്രവർത്തകർ വലിയ സ്വീകരണം അദ്ദേഹത്തിനായി ഒരുക്കിയിരുന്നു. നേരത്തെ ഡൽഹിയിലെത്തിയ KC വേണുഗോപാലിനും പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണം നൽകിയിരുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളായ മുസ്ലിം ലീഗും ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. പകരം ലീഗിന് ആരോഗ്യ വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ലെന്നും എല്ലാ ജില്ലകൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുമാണ് മുസ്ലിം നേതൃത്വത്തിന്റെ നിലപാട്. ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലെത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നതോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സംസ്ഥാനത്തെ 10 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് 2000 വോട്ടിന് താഴെയായിരുന്നു. മണലൂരിൽ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പരാജയപ്പെട്ടത് വെറും 126 വോട്ടുകൾക്കാണ്. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന് 65,337 വോട്ടും പ്രതാപന് 65,211 വോട്ടുകളുമാണ് ലഭിച്ചത്. ഇവിടെ 676 പേരാണ് നോട്ടയ്ക്ക് ചെയ്തത്. സ്വതന്ത്രനായി മത്സരിച്ച പ്രതാപൻ 184 വോട്ടും നേടി. 2021 LDFന് ഇവിടെ 29,876 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അഴീക്കോടാണ് പിന്നീടുള്ള ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം. ഇവിടെ LDF സ്ഥാനാർത്ഥി KV സുമേഷ് ജയിച്ചത് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. സുമേഷിന് 64,951 വോട്ടും ലീഗിന്റെ കരീം ചേലേരിക്ക് 64,602 വോട്ടും കിട്ടി. 576 പേർ നോട്ടയ്ക്കും ചെയ്തു. കഴിഞ്ഞ തവണ 6,741 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുമേഷിന് ഇവിടെ ലഭിച്ചിരുന്നത്.